ഹായ്. 2 ദിവസം 3 ദിവസമായിട്ടായി നിങ്ങളെ കാണാത്തത്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എൻ്റെ ഫോൺ ശരിയുണ്ടായിട്ടാ. അങ്ങനെ ഞാൻ ഫോൺ ഇന്ന് ശരിയാക്കിയിട്ട് കിട്ടിയതാണ്. ഇപ്പം കുറച്ച് ക്ലിയർ ഉണ്ട്. ഫോൺ ശരിയാക്കിയ പിന്നെ അതെ, ബേസ് തന്നെ. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെ. നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഫോണ് ശരിയില്ലാതായിരുന്നു. ഇങ്ങനെ ഇന്ന് ഫോണെല്ലാം ശരിയാക്കിയിട്ട് നമുക്ക് കുറച്ച് ക്ലിയർ ഉണ്ട് നല്ലതിൽ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ എനിക്ക് രാത്രിയെ കുറച്ചും കൂടി വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഇത് തോർത്തലല്ല നിങ്ങളത് ഇല്ല തോർത്തില്ലേ, തോർത്തല ഞാൻ പിന്നെ കണ്ട തോർത്ത് സർപ്പിട്ടിട്ട് വേവിക്കണം. സർപ്പിട്ടിട്ട് വേവിക്കുന്നതാണ് തോർത്ത്. എന്നിട്ട് രാത്രി നല്ല നല്ല തിളച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഓഫാക്കിയിട്ട് മൂടി വെക്കണം. തിളച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഓഫാക്കിയിട്ട് മൂടി വെച്ചാൽ രാവിലെ കൊടുക്കാം. അപ്പം നല്ല വെളുക്കും. ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ പഴം പൊഴുന്നതാണ്. പഴം ചെറിയ പഴമാണിത്, നേന്ത്രപ്പഴം. പക്ഷെ ചന്തയിൽ നിന്ന് വാങ്ങിയ ചെറിയ പഴം. അത് 4 എണ്ണം ഉണ്ട്. 2 എനിക്ക് 2 അമ്മക്ക്. അപ്പം നമ്മൾ പുഴുങ്ങുന്നത് ഇങ്ങനെയാണ്. ഇത് പുഴുങ്ങുന്നതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ആവി കയറ്റുന്നതാണ്. നീര് കൊടുക്കുക. നമുക്ക് വെള്ളം വേണം. ഇത് നല്ല തിളക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് ഓഫാക്കിയിട്ട് മൂടി വെച്ചാൽ ഇതിൽ തന്നെ രാവിലേക്ക് നല്ല ചറെല്ലാം ഇളകും. അപ്പം നാളെ കല്ലിൽ തല്ലി അലക്കണം. തല്ലി ഇളക്കിയാൽ നല്ല വെളുക്കും. അമ്മ നല്ല സുന്ദരിയായിട്ടുണ്ട്. കുളിച്ചിട്ട് നല്ല സുന്ദരി. ഹായ് പറയും അമ്മ. ഹായ് പറ. ഹായ്. ഹായ് പറ. ഹായ് പറ. ഹായ് പറ. ഹായ്. അമ്മ ഇങ്ങനെ ടി വി നോക്കുന്നുണ്ട്. ടി വി നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നെ എന്തിപ്പം ഞാൻ ബുധനാഴ്ച വൈകുന്നേരം പോകും വീട്ടിലേക്ക്. പിന്നെ വ്യാഴാഴ്ച വൈകുന്നേരം ഇങ്ങോട്ട് പോകും. എൻ്റെ പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് വെച്ച്. ഇത്രയേ ഉള്ളൂ പാത്രങ്ങളെല്ലാം. ഇപ്പം എടുത്തതാണ്. പിന്നെ കുറച്ച് കർണാടകം പഠിക്കണ്ടേ? കുറച്ച് കർണാടകം പഠിപ്പിക്കുക. പിന്നെ സാരിനെ സീരയെന്ന് പറയും. സീരയാക്കി വാ, അല്ലെങ്കിൽ നൈറ്റി ആക്കി വാ. നൈറ്റി പറഞ്ഞാൽ മാക്സി അതേപോലെയല്ല പറയുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പൊറുക്കണം കേട്ടാ. ഞാൻ കന്നഡം കുറച്ചേ പഠിച്ചത്. പക്ഷേ അത് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് വലിയൊരാഗ്രഹം. പിന്നെ ನಾನು ಬುಧವಾರ ಮನೆಗೆ ಹೋಗ್ತೇನೆ. ಬುಧವಾರ ಸಂಜೆ ಹೋಗ್ತೇನೆ. ബുധനാഴ്ച വൈകുന്നേരം, സന്ധ്യ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം പോകുന്നു. പിന്നെ ഗുരുവാര പറഞ്ഞാൽ വ്യാഴാഴ്ച സന്ധ്യ വർത്തന പറഞ്ഞാൽ വൈകുന്നേരം വരുന്നത്. അപ്പോൾ പിന്നെ
ഇത് ആഴ്ചയിൽ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം എന്നല്ലേ. അത് ആദിത്യവാരം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച. പിന്നെ സോമവാരം എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച. പിന്നെ സോമവാരം അറിഞ്ഞിട്ട് അല്ല സോമവാരം അറിഞ്ഞ തിങ്കളാഴ്ച. അപ്പോൾ മംഗളവാരം അറിഞ്ഞാൽ ചൊവ്വാഴ്ച, ബുധവാരം ബുധനാഴ്ച, വ്യാഴാഴ്ചന ഗുരുവാര, വെള്ളിയാഴ്ചന ശുക്രവാര, ശനിയാഴ്ചന ശനിവാര. അങ്ങനെ. പിന്നെ ഇന്ന് ദീപമെല്ലാം കത്തിച്ച് പ്രാർത്ഥിക്കാൻ കുറച്ച് ടൈം വ്യത്യാസമായിപ്പോയി. ഒരേ ടൈമിൽ പ്രാർത്ഥിക്കണമെന്നും ദീപം കത്തിക്കണമെന്നും ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഈ പ്രായമുള്ള അമ്മേനെ നോക്കുന്നതല്ലേ. നമ്മൾ സന്ധ്യയൊക്കെ കുളിച്ച് കഴിഞ്ഞിട്ട് ദീപം കത്തിക്കുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും പറഞ്ഞിട്ട് പൂക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ശരിയായിട്ട് പ്രാർത്ഥിക്കാനും ഒന്നും പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ ദീപം കത്തിക്കുന്ന സമയത്ത് അമ്മേനെ എന്തോ കടിച്ചു, കൊതുക് കടിച്ചു. അപ്പോൾ കൊതുക് കടിച്ചിട്ടാകുമ്പോൾ അമ്മ ഭയങ്കര വല്ലാത്തൊരു ഒച്ചപ്പാടിൽ കുക്കി. ഞാൻ പേടിച്ചു പോയി. ഞാൻ തീപ്പെട്ടി എന്ന് പറഞ്ഞാൽ വെങ്കിപ്പെട്ടി കർണാടകത്തിൽ. അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് വേഗം വരും. അപ്പോൾ കൊതുകൊന്നും കടിച്ചിട്ടൊന്നുമില്ല. കൊതുക് ഇവിടെ വേഗം നേരത്തെ സന്ധ്യയ്ക്ക് സന്ധ്യയ്ക്ക് വാതിലടക്കുന്നതുകൊണ്ട് കൊതുകൊന്നും വരുന്നില്ല. അങ്ങനെ പിന്നെ നോക്കുമ്പോൾക്ക് എണ്ണ അങ്ങനെ ദീപം ഇപ്പോൾ കെട്ടിട്ടതാ കണ്ട. ദീപം കെട്ടിട്ട കുറേ വൈകിപ്പോയി. ദീപം കെട്ടിട്ടായിരുന്നു, ഇപ്പോൾ കെടുത്തണം. അങ്ങനെ വീട്ടിലേക്ക് പോകുന്നതില്ല. എൻ്റെ ദുബൈയിലത്തെ മോൻ കുറേ നേരം സംസാരിച്ചു. അതിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. പിന്നെ കുഞ്ഞോട് സംസാരിച്ചു. കുഞ്ഞ് അച്ചമ്മ എന്നെല്ലാം വിളിച്ചിട്ടാകുമ്പോൾ നമുക്ക് മനസ്സൊന്നും ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്, ഹാപ്പിയിലാണ്. സന്തോഷം കൊണ്ട് അതെല്ലാം നിങ്ങളോട് പറയാൻ വിചാരിച്ചു. പിന്നെ വേറെ നമുക്ക് ചിലവിട്ടിട്ട് പിന്നെ ഒന്നും ചെയ്യാനുള്ളതൊന്നും നമുക്കില്ല. നമ്മളിങ്ങനെ മാത്രം. പിന്നെന്ത് 124 സബ്സ്ക്രൈബറേ ഉള്ളൂ. വീഡിയോ കാണുന്നുണ്ട്, ആരും ലൈക്ക് അടിക്കുന്നൊന്നുമില്ലെന്ന് തോന്നുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പിന്നെ അത്ര നല്ല ഫേമസായ എല്ലാവർക്കും ഇതായ വീഡിയോ അല്ലല്ലോ. പിന്നെ സാരമില്ല, ഇത് സങ്കടമൊന്നുമില്ല. നോക്കുന്നുണ്ടല്ലോ, കുറച്ച് പേരെങ്കിലും നോക്കുന്നുണ്ട്, അതിൻ്റെ വലിയ സന്തോഷം. പിന്നെ ഫോണ് ഇപ്പോൾ കുറച്ച് ശരിയാക്കിയ പിന്നെ കുറച്ച് ക്ലിയർ ഉണ്ട്. അതിന് മുമ്പ് ഇത്ര ക്ലിയറൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം മുൻ ക്യാമറയിലാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇല്ലെങ്കിൽ മുൻ ക്യാമറ കിട്ടലേ ഇല്ല, ബാക്ക് ക്യാമറയിലേ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ കണ്ണിന് ചുറ്റും ഉറക്കം കഴിഞ്ഞിട്ടാണ്. ഉറങ്ങുന്നില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നല്ലോ. എൻ്റെ കണ്ണിന് ചുറ്റും കറുപ്പുണ്ട്, പിന്നെ ചുവപ്പ് വരും, ഇങ്ങനെയെല്ലാം ഉണ്ട്. ഉറക്ക് ശരിയാവാത്തതുകൊണ്ട് ആയിരിക്കും. പിന്നെന്തിപ്പം, പിന്നെ ഒരു പൗഡറോ ഒരു കുറിയോ മുട്ടോ കൽമശോ ഒന്നും ഇടലില്ല. പിന്നെ എൻ്റെ മോനുണ്ട്, മൂത്ത മോനുണ്ട്. ചെറിയ മോനാണ് കല്യാണം കഴിഞ്ഞ്. മൂത്ത മോന് ഡാൻസ് മാഷാണ്. പിന്നെ സ്കൂൾ ബസ്സിൽ പോകും, പിന്നെ എയർപോർട്ടിലേക്കെല്ലാം പോകും. പിന്നെ സ്കൂളും ഡാൻസ് പഠിപ്പിക്കും ചില സമയത്ത്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എൻ്റെ മോന് പെണ്ണ് നോക്കുന്നുണ്ട് കല്യാണം കഴിക്കാൻ. പിന്നെ ഇന്ന് പാവപ്പെട്ട കുടുംബം എന്ന് പറയാനൊന്നും ഇല്ലല്ലോ. ഇന്ന് പാവപ്പെട്ട കുടുംബങ്ങളില്ല. നമുക്ക് പിന്നെ സാധാരണ
എന്താ പറയണ്ടേ, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾക്ക് മനസ്സിലാക്കുന്ന, എൻ്റെ മോനെ നന്നായി നോക്കുന്ന ഒരു കുട്ടീനെ കിട്ടിയെങ്കിൽ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഒത്തിരിയായി ഞാൻ കഷ്ടപ്പെടുന്നു. ഇന്ന് രണ്ടെണ്ണം ശരിയായത് ആരോ പാരാച്ചതാണ്. നമ്മളെ പാരാക്കാൻ കുറേ ആളുണ്ട്. നമ്മൾ നന്നാന്ന് കാണാൻ പറ്റാത്ത കുറേ ആളുണ്ട്. നമ്മൾ നന്നാന്ന് കണ്ടുകൂടാന്ന് നമ്മളെ കുടുംബത്തിൽ തന്നെ ഉണ്ട്. എൻ്റെ വലിയേച്ചിക്ക് ഒരു സ്നേഹവുമില്ല. പിന്നെ വലിയേച്ചി നമ്മൾ ഒന്നിനും പോലില്ല. സംസാരിച്ചാൽ നമ്മൾ സംസാരിക്കും, തൊട്ടടുത്തിന് എൻ്റെ വീട്ടിൻ്റെ അപ്പുറം തന്നെ. അപ്പോൾ പിന്നെ നോക്കി എന്തോ നമ്മളോട് മാത്രമല്ല, നമ്മളെ ചെറിയേച്ചോട് എല്ലാവരോടും ഒരു സ്നേഹമില്ലാത്ത പോലെ. സ്വന്തം കൂടപ്പിറപ്പിന്നെ ഓളും പിന്നെ ഈ വന്നവരവിടെ അടുത്തുള്ളവരോടല്ലേ ചോദിക്കും. അപ്പോൾ ഓളെ മോന് കഴിയാനുണ്ട്. ഞാൻ എത്രയോ ബ്രോക്കർ വഴി കൊടുക്കുന്നില്ല, ബ്രോക്കർ വഴി വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബ്രോക്കറോട് പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ അന്നേരം വീട്ടിലെടുത്ത് പോയിട്ട് വീട്ടിലെന്തോ അവർക്ക് ഇഷ്ടപ്പെടാത്തതെന്തോ പറഞ്ഞു. എന്ത് പറഞ്ഞെന്ന് പറയുന്നില്ല. ഇങ്ങനെ ഈ സ്വന്തം കുടുംബത്തിൽ തന്നെ പാരാക്കുന്നവരുണ്ട്. പിന്നെ ഒന്നും വീഴ്ചകൾ അറിയാതെ നമ്മൾ പോയത്. അപ്പോൾ നമ്മളെ പിന്നെ ഒരു പീടികയുണ്ട്, എൻ്റെ മോനെ പോലെ കരുതുന്നൊരു പീടികയുണ്ട്. പവിത്രൻ അറിഞ്ഞിട്ട് ഓൻ പാരാച്ചു. ഓന് പാരാച്ചത് എൻ്റെ മോന് 2 ഡാൻസ് ക്ലാസ് ഉണ്ട്. ഒന്ന് പാലക്കുന്നിൽ സ്വന്തമായിട്ട്, ഒന്ന് തിരുവക്കോളിൽ. അതൊന്നും എൻ്റെ സ്വന്തമാണ്. പാലക്കുന്നിലുള്ള ഷെയറാണ്. നമ്മൾ അങ്ങനെ തന്നെ കാര്യം അങ്ങനെ തന്നെ പറഞ്ഞതാണ്. അത് അവർ പറഞ്ഞത് അവനൊന്നുമില്ല, മണ്ണാങ്കട്ടിയില്ല. അങ്ങനെയല്ല പറയാവൂ, അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. അന്നേരം ഞാൻ കുറേ വേദന വന്നു. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ നേരിട്ട് വന്നിട്ട് അന്വേഷിച്ചോളൂ, നിങ്ങൾ നോക്കിക്കോളൂ എന്നെല്ലാം പറഞ്ഞിട്ട് അവർ കേട്ടിട്ട. മറ്റുള്ളവർ എൻ്റെ മോനെ വിധിച്ചിട്ടായിരിക്കും. പിന്നെ ഈ വീഡിയോ കാണുന്ന എന്നോട് ഇഷ്ടമുള്ള എൻ്റെ ആ ഒരു അമ്മയുടെ വേദന മനസ്സിലാക്കും. ആരെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ ഒന്ന് എന്നെ വിളിക്കണേ. എൻ്റെ മോനൊരു നല്ലൊരു ജീവിതം കൊടുക്കണേ. വീടും കാര്യങ്ങളും സൗകര്യവും എല്ലാം ഉണ്ട്. പിന്നെ ഒന്നിനും ഒരു കുറവില്ല. എൻ്റെ മോനെ നല്ല സ്നേഹിച്ചിട്ട് നോക്കുന്ന ഒരു പെൺകുട്ടീനെ കിട്ടിയെങ്കിൽ ദൈവാനുഗ്രഹം ഉണ്ടാകും. അത്ര എന്നാലേ പറയാൻ പറ്റും. അത്രയ്ക്ക് വിഷമമുണ്ട്. നിങ്ങളെ മുമ്പൊന്നും ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല. ഇതൊന്നും മോനറിയില്ല. മോന് ഫുള്ളായിട്ടുണ്ട്. അവന് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. എന്നാലും എനിക്ക് അവൻ്റെ അനിയനും കഴിഞ്ഞിട്ടൊരു കുഞ്ഞായി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കണേ. 9544732073. നല്ലൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു പെൺകുഞ്ഞിനെ എനിക്ക് ശരിയാക്കി തരണമെന്ന് ഞാൻ നിങ്ങളോട് യൂട്യൂബ് എൻ്റെ വീഡിയോ കാണുന്നവരോട് യാചിക്കുകയാണ്, അപേക്ഷിക്കുന്നതാണ്. എൻ്റെ യൂട്യൂബ് കാണുന്നവരോട് അത്രയും സങ്കടമുണ്ട്. പിന്നെ അവർക്ക് അച്ഛനില്ലല്ലോ, അപ്പം ഞാനല്ലേ ശരിയാക്കി കൊടുക്കേണ്ടത്. ഓനോട് നോക്കാൻ പറഞ്ഞാൽ നോക്കുന്നുമില്ല. അമ്മ നോക്കിയാൽ മതി എന്ന് പറയും. ബാക്കി എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യും. ശരിയാക്കിയിട്ട് കൊടുത്താൽ മതി എന്ന് പറയും. ഓനായിട്ട് നോക്കുന്നില്ല. ഒരുപാട് സങ്കടമുണ്ട് അതിനെ പറ്റിയിട്ട്. അത് നിങ്ങൾക്കറിയാലോ. ബൈ ബൈ. ഇത്രയും എൻ്റെ ഈ അപേക്ഷ സ്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നു. എനിക്ക് എന്ത് പറയണം, ഇങ്ങനെ പറയണമെന്ന് അറിയില്ല. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പൊറുക്കണം. ബൈ 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 ബൈ.